നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. കേരളം മാവേലിയുടെ നാടാണ്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. ഒരു പൊളിവചനം ഈ ഓണത്തിന് നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറയുടെ മാവേലിയായ PV അൻവർ എന്ന MLA നമ്മുടെ ഇന്നത്തെ മാവേലിയാണ്. പുള്ളിയുടെ പൊളിവചനമാണ് ഇന്ന് ഞാൻ പച്ചക്ക് പറയുമ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ച് PV അൻവർ എന്ന ഭരണകക്ഷിയിലെ MLA പറയുന്ന 2024 ഓണത്തിൻ്റെ പൊളിവചനം PV അൻവറിൻ്റെ നിങ്ങൾ കേൾക്കുക. അതിനുശേഷം ശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല തൊലിക്കെട്ടി മനക്കെട്ടി ഉണ്ടെങ്കിൽ ഞാൻ പച്ചക്ക് പറയാം. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് കിടക്കാം. മറ്റൊരു വാർത്ത, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി PV അൻവർ MLA. കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിലൊഴിക്കുമെന്നും ഉടുമുണ്ടുരുങ്ങി നടത്തുമെന്നുമുള്ള ഭീഷണിയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ വാക്കുകളിലേക്ക്. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് PV അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ, അതിൽ അടിയിലെ മറ്റേ കളസം, ആ ഉടുമുണ്ട് ഞാൻ പറിച്ച് ഞാൻ എടുക്കും. കേരളത്തിലെ സമൂഹം അത് കാണും. അതിന് 10 ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും. നീ ഏത് CRPC പ്രകാരോ ഏത് IPC പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ. അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ PV അൻവർ വന്നിരിക്കും നിന്റെ ഓഫീസിൽ, MG റോഡിലൂടെ നിന്റെ ഉടുമുണ്ടഴിച്ച് ആ കളസം കാണിച്ച് ഞാൻ നടത്തിക്കും. ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും. അതായത് നമ്മുടെ ഭരണകക്ഷിയുടെ ഒരു MLA, അതും ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം MLA ആയ ഒരു MLA പറയുവാണ്, കേരള ഹൈക്കോടതിയുടെ ഒരു അഭിഭാഷകൻ ചർച്ചയിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ നിയമാനുസൃതം വക്കീൽ നോട്ടീസ് അയക്കാം, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം, അങ്ങനെ പലവിധ മാർഗങ്ങളും ഉണ്ട്. പക്ഷെ PV അൻവർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഈ കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയാൽ ഇപ്പോൾ ലാവ്ലിൻ കേസ് പോലെ 30 കൊല്ലം 40 കൊല്ലമൊക്കെ മാറ്റി വെക്കണത് കൊണ്ട് പല കേസുകളും 50 കൊല്ലമൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നതുകൊണ്ട് ആൾക്കാർക്ക് നീതി ലഭിക്കുന്നില്ല. നിയമവാഴ്ച നശിച്ച പോലീസ് സ്റ്റേഷനിൽ ADGP സ്വർണം പൊട്ടിക്കുന്നു, DGP സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, കൊലപാതകം നടത്തുന്നു എന്ന് പറഞ്ഞ ഒരു നാട്ടിൽ PV അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ്. ആർക്കും പോലീസ് സ്റ്റേഷനിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. കോടതിയിലും ഇപ്പോൾ ആൾക്കാർക്ക് പോകാൻ പേടി, വക്കീൽ അട്ടിമറിക്കോ കാശ് പോകുമെന്ന് അറിയില്ല. അങ്ങനെ നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ മേത്ത് മലവിസർജനം ബക്കറ്റിലാക്കി കൊണ്ടുപോയി തലയിൽ ഒഴിക്കുന്ന പറഞ്ഞത്. എന്നെ ശ്രമിക്കുന്ന സാധാരണ മലയാളികൾ, അതായത് വോട്ടർമാർ, വലിയ രാഷ്ട്രീയമൊന്നും ഇല്ലാണ്ട് സത്യവും നീതിയും ആയി ജീവിക്കുന്ന കർഷകരും അധ്യാപകരും മനസ്സിൽ നെഞ്ചത്തൊന്ന് കൈവച്ചിട്ടൊന്ന് പറഞ്ഞ്, നമ്മളൊക്കെ ഇവിടുത്തെ പല മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും പല പോലീസ് ഓഫീസേഴ്സിനെയും പല കളക്ടറെയും ഈ PV അൻവർ പറഞ്ഞതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇവരെ തെരുവിൽ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് തോന്നാറില്ലേ? അതുകൊണ്ടല്ലേ സുരേഷ് ഗോപിയുടെ പല സിനിമയിലും പോലീസ് യൂണിഫോമും കുത്തിരി പിടിച്ചിട്ട് ഇടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടണത് എന്താ? നമുക്കത് പുറത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ഭരണഘടന അനുസരിച്ച് ഒരു നിയമ സംവിധാനത്തിൽ വിശ്വസിച്ച് കരമടച്ച്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടാക്സ് അടക്കണ്ടല്ല, കരമടച്ച് ജീവിക്കുന്ന ഒരു ജനം അൻവർ പറഞ്ഞ പോലെ മലവിസർജനമൊന്നും മേത്തൊഴിക്കാനോ തല്ലാനോ കൊല്ലാനോ പോകില്ല. നമ്മൾ ഈ ഉള്ള നിയമ സംവിധാനത്തിനെ പുഷ്ടിപ്പെടുത്തി നല്ല രീതിയിൽ കൊണ്ടുപോയി നീതി നടപ്പാക്കാൻ ശ്രമിക്കും. പക്ഷെ അൻവർ എന്ന് പറഞ്ഞ PV അൻവർ എന്ന് പറഞ്ഞ ആൾ കുറച്ച് ദിവസങ്ങളായി പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയൊക്കെ ഇങ്ങനെ നിരന്തരം കള്ളനും കൊള്ളക്കാരനും കൊലപാതകിയുമായിട്ടും എല്ലാ ഉടായ്പിനും
കേരളം അത്ര നശിച്ചു എന്ന് പറയുന്ന ഭരണകക്ഷിയുടെ LDFന്റെ ഭരണകക്ഷിയിലിരിക്കുന്ന PV അൻവർ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ എങ്ങനെ നീതി ലഭിക്കും? നീതി ലഭിക്കോ? അപ്പൊ കേരളം തകർന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ ഓണത്തിന് കുറെ 10-20 പച്ചക്കറിയും വലിച്ചു കയറ്റി കുറെ പായസവും തിന്നിട്ട് പറയുവാണ്, മാവേലി നാട് വാണിടുംകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ആണോ? വർഗീയത വളരെയധികം കൂടിയിരിക്കുന്നു. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. പൊളിവചനമാണ് ഇപ്പൊ PV അൻവറിന്റെ കേട്ടത്. വായിക്കൊള്ളാത്ത ചെറിയ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഇവന്മാരുടെ അഴിമതി കണ്ടിട്ടൊന്ന് ചെറ്റാ കള്ളാന്ന് വിളിച്ചാൽ ഉടനെ ഞാൻ തെറി പറയണവനായി. പക്ഷെ കേരളത്തിൽ അസല് വർഗീയവാദം ഉണ്ട്. ജയശങ്കർ പറഞ്ഞ പോലെ അമ്പലവും പള്ളിയും മസ്ജിദിൻ്റെയൊക്കെ പേരിൽ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു പറഞ്ഞ് ഇവിടെ ഭയങ്കര അടി നടക്കുന്നുണ്ട്. അതിലൊരു വർഗം കൂടുതൽ ശക്തിയായി അവർ നേട്ടം ഉണ്ടാക്കുന്നുമുണ്ട്. ഭരണകൂടം കണ്ണു തുറന്ന് ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ഒരു ഭരണകക്ഷിയുടെ MLA വിളിച്ചു പറയണതൊക്കെയാണ്. ഇവിടുത്തെ പല ജനങ്ങൾക്ക് ഇപ്പൊ മുളവുകാട് വെല്ലാറുപാടത്തുള്ള ജോൺസൺ എന്ന ചെറുപ്പക്കാരൻ, അയാൾക്ക് 2 മാർഗമാണ്. ഒന്നല്ല ആത്മഹത്യ, അല്ലെ ആരെങ്കിലും കൊല്ലുക. കാരണം തൻ്റെ പിതാവിൻ്റെ അപ്പൂപ്പൻ്റെ കാലം തൊട്ട് 10-20 സെന്റ് സ്ഥലത്ത് ഒരു വീടും വെച്ച് താമസിക്കുന്ന മുളവുകാടുള്ള ജോൺസൺ 17 കൊല്ലമായി തൻ്റെ പുരയിടം അളന്ന് 20 സെന്റ് സ്ഥലം ഒന്ന് മതിൽ കെട്ടാൻ 17 കൊല്ലമായി പോലീസ് സ്റ്റേഷൻ, കോടതി, ഓംബുഡ്സ്മാൻ കയറി ഇറങ്ങണം. അവന് മതിയായി. ഈ PV അൻവർ പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മുടെ ജോൺസനും മുളവുകാട് പഞ്ചായത്ത് ഓഫീസിൽ അവിടെ പോയി മലവിസർജനം ബക്കറ്റിൽ കൊണ്ടുപോയി തലയിൽ ഒഴിക്കണ്ടേ? പിന്നെ ജോൺസന്റെ മലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ പണിയെടുത്ത് തിന്നുന്ന നല്ല 1-ാം തരം തീട്ടമാണ്, മലമാണ്. എന്നാൽ പല MLA-മാരും ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ടുപോകുന്നത് ആ ഭക്ഷണം പോലും നമ്മുടെ നികുതിപ്പണമാണ്. അതുകൊണ്ട് അവരുടെ മലം പോലും സ്വന്തമല്ല, നികുതിപ്പണത്തിൽ നിന്ന് കഴിക്കുന്ന മലമാണ് കൊണ്ടു കൊടുക്കണം. അപ്പൊ മുളവുകാട് വെല്ലാറുപാടത്തുള്ള ജോൺസൺ മുളവുകാട് പഞ്ചായത്ത് ഓഫീസിലും സെക്രട്ടേറിയറ്റിലും തഹസിൽദാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുവാണ്. തൻ്റെ പിതാവ് മരിച്ചു പോവുകയും ചെയ്ത്. ആ അതിർത്തി തർക്കങ്ങളൊക്കെ ഒന്ന് മാറ്റി മതിൽ കെട്ടുക, തൻ്റെ സ്ഥലം അത് വേണമെങ്കിൽ 1/2 സെന്റ് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു എവിടെയെങ്കിലും അളക്കുമ്പോൾ വല്ല വഴിക്കൊക്കെ വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. പക്ഷേ അവിടെ പാർട്ടിക്കാർ 23ഓളം പാർട്ടിക്കാർ ഭൂമി കയ്യേറിയത് കൊണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടിയുടെ പാർട്ടിക്കാർ, രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കൂടി 23 പേര് കയ്യേറിയത് കൊണ്ട് ജോൺസന്റെ സ്ഥലം അളക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജോൺസനും PV അൻവർ പറയുന്നത് പോലെ തഹസിൽദാർ ഓഫീസിലും സർവേ ഓഫീസിലും ഈ ഭൂമി അളക്കുന്നവരുടെയും ഇങ്ങനെയുള്ള ഓഫീസിലും ഈ ജോൺസനും കൊണ്ടുപോയി മലം ഒഴിക്കുമോ? പ്രസിമോൻ എന്ന ഒരു പാവമുണ്ട്, പാലക്കാടുകാരൻ പ്രസിമോൻ, ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്നു. പ്രസിമോനും പെങ്ങളും അമ്മയും അപ്പനും കൂടി ഇവിടുത്തെ ഗാലക്സി ബിൽഡേഴ്സ് എന്ന ബിൽഡർക്ക് 43 ലക്ഷം രൂപയോളം ഫ്ലാറ്റ് മേടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലാറ്റ് റെറയിലൊക്കെ തട്ടിപ്പാണെന്ന് കേസൊക്കെ വിധി വന്നിട്ട് 4.5 വർഷമായി കോടതി കയറി ഇറങ്ങുന്നത്. ഇപ്പോഴും എന്നിട്ട് അവർ ഡിഫമേഷൻ കേസിനും പോയിക്കൊണ്ട്. അപ്പോൾ പ്രസിമോനും ഈ മലവിസർജനം കൊണ്ടുപോയി ഈ ബിൽഡിംഗ് ഓണറുടെ ഇതായിട്ടുണ്ട്. കേരളത്തിൽ വിസ തട്ടിപ്പിൽപ്പെടുന്നവർ, സാമ്പത്തിക തട്ടിപ്പിൽപ്പെടുന്നവർ, ഇന്നലെയും കാസർഗോഡ് കോഴിക്കോട് ഭാഗത്ത് ഒരു ഗർഭിണി ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഡോക്ടറുടെ മേത്ത് കൊണ്ടുപോയി മലവിസർജനം ഒഴിക്കുമോ? നമ്മുടെ സഞ്ജീവ് എന്ന പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ തിരുവനന്തപുരം സ്വദേശി സഞ്ജീവ് നിരവധി തവണയായി വലിയ വലിയ മുതലാളിമാരുടെ ഭൂമി കയ്യേറ്റവും വലിയ വലിയ ഷോപ്പിംഗ് മാള്, പാർവതി പുത്തനാറും പല പുഴയും തോടും പൊതു സ്വത്തുക്കളും കയ്യേറിയെന്നും പറഞ്ഞ് കേസിന് നടക്കുകയും 10-15 കൊല്ലമായിട്ട് അവനും മതിയായി. അപ്പോൾ ഈ സഞ്ജീവും മലവിസർജനം കൊണ്ടുപോയി ഈ കളക്ടറുടെയും ഇവരുടെയൊക്കെ മേത്ത് മലവിസർജനം ഒഴിക്കുമോ? മിസ്റ്റർ PV അൻവർ, താങ്കൾ മുഖ്യമന്ത്രി ആവണം. എന്നിട്ട് താങ്കൾ ഇങ്ങനെ നമ്മൾക്ക് ഈ സൗദി അറേബ്യയിലെ പോലെ കൈക്ക് കൈ, കണ്ണിന് കണ്ണ്, തലക്ക് തല, ചെറിയൊരു കുറ്റത്തിനും കോടതിയിലൊന്നും പോകരുത്. ഇനി കൈ വെട്ടുക, കാല് വെട്ടുക, അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ താങ്കൾ മുഖ്യമന്ത്രി ആവണം. അപ്പൊ താങ്കൾക്ക് മാത്രമേ ഈ ദേഷ്യം വരുമ്പോഴും അഴിമതി നടക്കുമ്പോഴൊക്കെ ഈ മലവിസർജനം കൊണ്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. സ്വർണ്ണക്കള്ളക്കടത്ത് നിങ്ങൾ സമ്മതിച്ച കാര്യമാണ്, നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞതാണ്. ADGP അജിത് കുമാർ പിന്നെ വേറൊരു SP കൂടിയൊക്കെ ചേർന്ന് സ്വർണം പൊട്ടിക്കലും കൊലപാതകവും കൊള്ളയും നടത്തിയെന്ന് ഒരു ഭരണകക്ഷിയുടെ MLA വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ആരുടെ തലയിൽ മലവിസർജനം കൊണ്ട് ഒഴിക്കും? ആരുടെ മേത്ത് ഞങ്ങൾ തീട്ടമെറിയണം? മുഖ്യമന്ത്രിയുടെ മേത്തോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉയർന്ന പോലീസ് ഭരണകൂടത്തിൻ്റെ മേത്തോ?
അപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയാവണം. അടുത്ത പ്രാവശ്യം മൂന്നാമത്തെ തുടർ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിക്കൊടുത്തിട്ട് PV അൻവർ മുഖ്യമന്ത്രിയാവട്ടെ. അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റ് ഓണറുടെ മേത്ത് ജോൺസന്റെ സ്ഥലം വളർന്ന് മതിൽ കെട്ടാത്തവർക്കൊക്കെ നമുക്ക് കൊണ്ടുപോയി മലകറിയാം, അല്ലെങ്കിൽ അടിക്കാൻ തല്ലാം. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ മൂക്കോളം മുങ്ങി നിൽക്കുകയാണ്. അവർക്കും ഇഷ്ടം ഇപ്പോൾ ഇവരെയൊക്കെ കൈവയ്ക്കാൻ തന്നെയാണ്. പക്ഷേ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ ഞങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെയാണ് പോണത്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിലെ കണക്കാവശ്യപ്പെട്ടുകൊണ്ട് അതിൽ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിലെ പിരിച്ച പൈസയൊക്കെ കൂടി ചില ചത്ത MLAക്കും ചാവാൻ പോണ MLAക്കൊക്കെ കൊടുത്തതിന് ചോദ്യം ചെയ്തതിന് ഞങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേസെടുത്തു. ഞങ്ങളത് കോടതി ചാലഞ്ച് ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യം എടുത്ത്. അതല്ലേ ജനാധിപത്യം? അല്ലെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മേത്ത് കൊണ്ടുപോയി മലവിസർജനം ഒഴിക്കുമോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോണ സമയത്ത് തീട്ടം വലിച്ചെറിയോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ കല്ലെറിയോ? അപ്പോൾ PV അൻവർ എന്ന MLA ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾ എത്രയും പെട്ടെന്ന് രാജിവെക്കുക. ജനങ്ങളെ കോമാളികളാക്കരുത്, ജനങ്ങളെ കഴുതകളാക്കരുത്. ഈ ഓണത്തിനെങ്കിലും ഞാൻ വിചാരിച്ച ഒരു നല്ല വാർത്ത പറയാൻ പറ്റുമെന്ന്. എൻ്റെ പ്രേക്ഷകർ, കേരളത്തിലെ മലയാളികൾ, ഏതെങ്കിലും ഒരു MLA യോ MP യോ ഒരു ബസ് സ്റ്റോപ്പോ ഒരു 10 ലൈറ്റെങ്കിലും അഴിമതി ഇല്ലാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, അഴിമതിയും കള്ളത്തരവും കൈക്കൂലി ഇല്ലാണ്ട് ഒരു പദ്ധതി കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് എഴുതുക. 1,00,000 രൂപ ഓണസമ്മാനവും തരും. ഞാൻ ആ പദ്ധതി നന്നായിട്ടൊന്നും കൂടി വിശദീകരിച്ചു തരാം. അപ്പം മൊത്തത്തിൽ കളവും വഞ്ചനയും അടിപിടിയും മനുഷ്യ അവയവം പോലും കച്ചവടം ചെയ്യുന്നു, വിസ തട്ടിപ്പ്, ചെറുപ്പക്കാരൊക്കെ നാട് വിട്ടു പോകുന്നു. അങ്ങനെ ഗതികെട്ട കേരളത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ മുല്ലപ്പൂ 5000 രൂപക്ക് തലയിൽ ചുമന്നാലും PV അൻവർ പറഞ്ഞ പോലെ മലത്തിൻ്റെ മണമല്ലേ ഇപ്പോൾ ഈ ഓണത്തിന്? മുല്ലപ്പൂവിന് 5000 രൂപയാണ് കിലോ. 1 കിലോ മുല്ലപ്പൂവിന് 5000 രൂപ. അതിനുവേണ്ടി മലയാളികൾ ഓണത്തിൻ്റെ പേരും പറഞ്ഞ് മാവേലിയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ നെട്ടോട്ട് ഓടുമ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ മുല്ലപ്പൂവിന് മലഗന്ധമല്ലേ? PV അൻവർ പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം ബക്കറ്റിൽ മലവുമായി MG റോട്ടിൽ പോയിട്ട് അത് അടിവസ്ത്രം ഊരിയെടുക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഊരി പാലാരട്ടം പാലത്തിന് പ്രതി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഊരിയെടുക്കുമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ PV അൻവറിന് മാത്രം ഓണം ആശംസിക്കുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. നിയമവാഴ്ച നഷ്ടപ്പെട്ട ഈ നാട്ടിൽ നിങ്ങൾ പറഞ്ഞതാണ് എനിക്കിഷ്ടം. ജോൺസന്റെ സ്വന്തം പറമ്പാളെന്ന് മതിൽ കെട്ടാനും 43 ലക്ഷം രൂപയോളം ഗാലക്സി ബ്രിഡ്ജ്വുഡ് എന്ന ആ ഫ്ലാറ്റിന് നൽകിയ പ്രസിമോനും അതുപോലെ നീതി കിട്ടാൻ വേണ്ടി അലയുന്ന സഞ്ജീവും എല്ലാവരും തന്നെ ഇനി മുതൽ ബക്കറ്റിൽ മലവുമായി നടക്കാനുള്ള അവസരം തരാൻ PV അൻവറിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്, അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട്, PV അൻവറിനെ പടച്ചോൻ കാക്കട്ടെ എന്നും അദ്ദേഹത്തിന് ഈ ബുദ്ധി തുടർന്നു കൊണ്ടുപോയി മുഖ്യമന്ത്രിയായി എല്ലാവരും, കേരളത്തിലെ മലയാളികൾ എല്ലാവരും തന്നെ ഒരു ബക്കറ്റ് മലവുമായി എല്ലാ ദിവസവും റോട്ടിലിറങ്ങി നീതി നടപ്പാക്കട്ടെ എന്ന് PV അൻവറിൻ്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.